ഇത് നോക്കാം, ഇതാണ് ഒരു ഒമാനിലൊരു ഏത് വണ്ടി, ഒമാൻകാരെ വണ്ടി അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെയുള്ള കോലം. പ്ലെയിൻ നോക്കാം. ഗൈസ്, അങ്ങനെ മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫായ്സ് കാരണം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചു അല്ലേ? എന്താ കഴിച്ചു? ആടാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് അവിടെ നിന്ന് കഴിച്ചില്ല. ഒരേ ആവർത്തനം വേണ്ട വെച്ചിട്ട് ഞങ്ങൾ മദിന ഹോട്ടലിൽ വിട്ടു. എന്നും ബീഫും പൊറാട്ടായിരുന്നു രാവിലെ കഴിച്ചിരുന്നത്. ഇപ്പൊ അത് വിട്ടു. അപ്പോ ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയാം? ഇപ്പൊ എന്റെ കയ്യിലിരിക്കണത് ഇതാ. ഇത് എന്തിനാ നമ്മള് മേടിച്ചെന്നറിയോ? ഇവിടുത്തെ കൊതുക് അടിച്ചു കഴിഞ്ഞാല് എന്താണ്, കയ്യിലും കാലിലൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ പൊന്തും. അപ്പോൾ അവിടുന്ന് ഞങ്ങളിപ്പോൾ ഇതേപോലെ ഇന്നലെ ഞങ്ങളാ കാണാൻ പോയ സ്ഥലത്ത്, നിങ്ങൾ ഇന്നലെ കണ്ടില്ല, ആ സ്ഥലത്ത് അത്രയും മഞ്ഞും അത്രയും കൊതുകുകളും വണ്ടി റൂഫ് ഫുള്ള് തുറന്നിട്ട് പോയതായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നാട്ടില് മലപ്പുറത്ത് അതിന് കൊത്തളങ്ങാന്ന് പറയും. അതേ നമ്മളെ ഫ്രൂട്ടൊക്കെ വെച്ച് കഴിഞ്ഞാല് അതിൽ വന്നൊരു ചെറിയ ചെറിയ പ്രാണി ഇരിക്കൂല, ആ പ്രാണിയെ. പക്ഷെ ഇത് കടിച്ച് ഭയങ്കര സാധനട്ടത്. ഈ സാധനം കടിച്ചു കഴിഞ്ഞാണ്ടല്ല, ഇതിന്റെ ഒരു ക്രീം ലോഷനുണ്ട്, അതേപോലെ തന്നെ ഇതുണ്ട്, അതാ ഇത് ലോഷൻ കേട്ടാ. മണൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ തടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ശല്യത്തൊന്നും ഒഴിവാവാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സൈഡിലൊക്കെ ഫ്രൂട്ട്സ് മാർക്കറ്റല്ല, റോഡ് കച്ചവടം, പിന്നെ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട് റോട്ടിൽ കൂടിയൊക്കെ. അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഈ അയിനത്തൂമുക്ക് പോകുമ്പോൾ കാണാം. ഈ അയിനത്തൂമിൽ പ്രത്യേകിച്ചിട്ട് കാണാനുള്ളത് വാട്ടർഫാളാണ്. കിടിലൻ സ്പോട്ടാന്നാ പറയണത്. ഒട്ടകങ്ങൾ എപ്പോഴും നടന്നുപോയി, ഒട്ടകങ്ങൾ ക്രോസ് ചെയ്തതല്ലേ, വെറുതെ പറഞ്ഞു ലാസ്റ്റ് വാട്ടർഫാൾ അല്ല കുട്ടാ. ഓക്കെ, എന്തായാലും അവിടെ എന്തെങ്കിലും നമുക്കിതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാണാത്ത സ്ഥലങ്ങളാണ് കണ്ടിട്ട് നമുക്ക് പറയാം. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ രണ്ട് ഭാഗത്ത് കുറച്ച് മരുഭൂമി, ഒരു സൈഡില് കുറച്ച് മരുഭൂമി കാണുന്നുണ്ട്. അല്ല, ഒരു ഭൂമി, തരിശു ഭൂമി. ഓക്കെ ബോസ്, അപ്പൊ ഇനി ഞങ്ങൾ അതിനെത്തും. രാവിലെ മുതൽ ഫുൾ എയറിലാണ് ബോസ്. കാരണം ഫുഡ് അവിടുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞാണ്. ഇപ്പൊ എന്തായി, ഫുൾ എയർ തന്നെ. ബാക്കിയുള്ള നോക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള എയറിലാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ അയിനത്തൂമിലെത്തി. ഒരെണ്ണം മതി. ചെറിയ ഒരു ചാറ്റലുമായ ഉണ്ട്. ഒരു ഹൗ മച്ച്? 1 റിയാൽ 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10.5 അല്ലേ. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇതാ ഇങ്ങനെ കുറച്ച് നടക്കാണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മൾ വണ്ടി അവിടെ പാർക്കിങ്ങിൽ ഇട്ടതിന് ശേഷം കുറച്ച് ഇങ്ങനെ നടക്കുക. ഒരു ചെറിയ ഒരു നല്ലൊരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. എന്താ പറയുക, നമ്മൾ മഴത്ത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയ തൃശ്ശൂർ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു ഫീലാട്ടോ. അപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ നമ്മളെത്തി. ഇവിടെ അയിനത്തൂമിൽ മുമ്പ് വെള്ളച്ചാട്ടം നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ കുറച്ച് കുറവായതുകൊണ്ട് ഇത് കുറവാണ്, വാട്ടർഫാളില്ല. പക്ഷേ ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഒമാനികൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത് നോക്കൂ, ഇതാണ് അയിനത്തൂം വാട്ടർഫാൾ എന്ന് പറയുന്നത്. പക്ഷേ വാട്ടർഫാളൊന്നും നിലവിൽ ഇല്ല ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ. ഇപ്പോൾ മഴ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. നല്ല മഴ പെയ്യുന്ന ഒരു സമയമാണിത്. അപ്പോൾ അയിനത്തൂം വാട്ടർഫാള് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇനി തബൂക്ക്. 5.4 കിലോമീറ്റർ, ഒരു 9 മിനിറ്റ്. ഇവിടെ താഴെ തന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാണാൻ പറ്റും. ഏത് എന്തായിക്കോട്ടെ, അതിൻ്റെ ആ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അതവിടെ വേറെ റോഡാണ്.
ഇത് അതിൻ്റെ മേലേക്കുള്ള റോഡും. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വാട്ടർഫാൾ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ മഴ കുറച്ച് കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനേക്കാളും മഴ ഉണ്ടാവില്ല, നല്ല മഴ പെയ്ത് വെള്ളം നിൽക്കേണ്ട സമയമാണിപ്പം. പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ ഇതായിട്ടുള്ളൂ. ഒരു ഹായ് പറഞ്ഞാൽ ഹായ്. അപ്പോൾ ഐൻ തബ്രൂക്ക് എത്തി. ഇതാ അവിടെയുള്ള നമ്മളിതാ നാട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നമ്മളെ എന്താ പറയുക ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ പേരൻ്റെ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പാർക്ക് ചെയ്ത വണ്ടി ഇതാണ് ഐൻ തബ്രൂക്ക് എന്ന് പറഞ്ഞ സ്ഥലം. അതായത് ഐൻ അത്തൂമിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഇത് ചൂസ് ചെയ്യാം. ഓഗസ്റ്റിൽ നല്ല വെള്ളവും മഴയൊക്കെ ഉണ്ടാവുന്ന സമയമാണ്, പക്ഷെ കുറവാണ് വെള്ളം. അതേപോലെ ഒരു ചെറിയ ഒരു വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് അവിടത്തേക്ക് വരുന്നതാണ്. അങ്ങനെ ഒഴുകിയിട്ട് അതിനുള്ളിൽ നിന്ന് ഇവിടെ ഇത് എന്താണ് ഇത്ര ഉള്ളൂ. അപ്പോൾ ആ വെള്ളം ഇതാ അവിടുന്ന് ഇങ്ങനെ വരും. ഈ കൂടി ഇതാ ഇവിടെ തെളിനീര് വെള്ളം കേട്ടോ, വെള്ളമൊക്കെ തെളിനീരാണ്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഞങ്ങൾ ഇവിടെ ഐൻതാബുക്ക് കണ്ട് അവിടെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു സംഭവം തന്നെ ഉള്ളൂ. ഒന്നാമത് വാട്ടർഫാള് ആഗ്രഹിച്ചു വരുന്നവരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമുക്കറിയാലോ നമ്മൾ ദുബായി നിന്നുകൊണ്ട് ആ പച്ചപ്പൊക്കെ കാണാൻ പറ്റി, നല്ല അത്യാവശ്യം ആ റോഡൊക്കെ കാണാൻ നല്ല. നമ്മൾ ഇവിടെ ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. അതായത് നാട്ടിൽ നിന്ന് അവിടുന്ന് ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല ഓംപ്ലേറ്റ് അടിക്കാനും ചായ ഉണ്ടാക്കാനും ചെറിയ സ്റ്റൗവൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ നല്ലൊരു വൈബ് പ്രദേശം കണ്ടപ്പോൾ ഇവിടെ നിർത്തി നമ്മളവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നോക്കാം, ഇതാണ് ഒരു ഒമാനിലൊരു ഏത് വണ്ടി ഒമാൻകാരെ വണ്ടി അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെയുള്ള കോലവും. ഞാനൊന്നും ഈ വണ്ടി ഇതേപോലെ ഇങ്ങനെ ഇതുവരെ ഞാൻ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അത് കാണുമ്പോൾ വേദന വേദന ഒന്നും പറയേണ്ടത്. ഒക്കെ സൈഡിലൊക്കെ നോക്കുക, അത്ര ഇത് അവിടെ നിന്നൊക്കെ അത്രയും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വന്ന് ഇവിടെ ഈ ഒരു വ്യൂന്ന് നമ്മൾ ഇവിടെ ഒരു ചായയും ഒരു ഓംപ്ലേറ്റ് ഒക്കെ അടിക്കാൻ പോലെ. അതിലിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ടുള്ള ആൾ തന്നെ നമ്മൾ ഓംപ്ലേറ്റ് അടിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ആള് നമ്മളെ മിസ്റ്റർ പോഞ്ഞിക്കര. ഞാൻ തിന്നുള്ളൂ അല്ലല്ല, മുമ്പ് നാട്ടിൽ ഇതായിരുന്നു പരിപാടി, തട്ടുകട ആയിരുന്ന പരിപാടി. പിന്നെ ഇതിലേക്ക് മാറിയതാണ്, പിന്നെ ആർക്യൂവിന്റെ ഓണറായത് തന്നെ. അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഞാൻ അവിടുന്ന് വേണ്ട വേണ്ട വേണ്ട. അപ്പോ ഇത് കണ്ടല്ലോ, അടിപൊളി വൈബാണ്, സൂപ്പർ സ്ഥലമാണ്. നമുക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. പറ്റുന്ന ആൾക്കാരുണ്ടോ, ഞാൻ പറ്റാത്തവരോട് പറയുന്ന കാര്യം, പറ്റുന്ന ആൾക്കാരെന്തായാലും വിസിറ്റ് ചെയ്യാം. ഇതിനാ റോക്കറ്റ് കളിക്കുക. ഓ പേടിക്ക്, ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതിന്. ഞങ്ങൾ വാദി ദർബാദിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യത്തെ വ്യൂ പോയിന്റിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട്, നേരത്തെ അതേപോലെ തന്നെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഇവിടെയും കാഴ്ചകൾ വളരെ കുറവാണ്. ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതേപോലെയുള്ള ആംബിയൻസ് നല്ലത്. വെള്ളത്തിന് ഇതുണ്ട്, വാട്ടർഫാളൊന്നും ഇല്ല. നമ്മൾ ആദ്യം പോയിരുന്നില്ലേ ആ സ്ഥലത്തുള്ളവര് വാട്ടർഫാൾസോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കാണുന്ന ഇതാ ഈ ഒരു പച്ചപ്പ്, അതേപോലെ നമ്മളെ വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ്, ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇത് പിന്നെ ഇവിടെ ദർബാത്ത് ബോട്ട്സ് ഉണ്ട്, അതായത് ബോട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് കറങ്ങാൻ പറ്റും. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രസമാവും. പിന്നെ അതേപോലെ സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് ലൈൻ വ്യൂ ഒക്കെ അടിപൊളിയാവും. സിപ്പ് ലൈൻ നോക്കാം. എൻ്റെ മോനെ, ഇവിടെ നമുക്ക് ഈ ഒരു ബോട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി കാണാൻ പറ്റൂട്ടോ. ഇവിടെ സെൻട്രലായിട്ട് 2026 എന്നുള്ള അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ദർബാർ
വാദി ദർബാറിലെ വ്യൂ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ആദ്യമൊക്കെ കണ്ടിട്ട് ഇവിടെ നമ്മളെ മേലെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ കണ്ട വ്യൂ പോയിന്റ് ആണ് ഇത്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോ ഫുഡ് കഴിക്കുമ്പോൾ ഒരു വ്യൂ പോയിന്റ് നോക്കാം. നമ്മുടെ ബോസ് നല്ല ഉറക്കിയായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഗ്യാസ് കയറിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാദിയിൽ വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും ഇല്ല. അപ്പോൾ ഇതേപോലെയുള്ള എന്താ പറയുക ആംബിയൻസും നല്ല പച്ചപ്പും മാത്രമുള്ള സ്ഥലങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, വാദിയത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വന്നെത്തിയത് ഒരു അടിപൊളി ലൊക്കേഷൻ. അതായത് ഒരു അത്ഭുത കാഴ്ച ഇന്ന് ഞാൻ കണ്ടിട്ടില്ല. അതായത് റോഡുമ്മ വണ്ടി നിർത്തി കഴിഞ്ഞാൽ, നമ്മളെ കാറ് നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി ചലിക്കുക എന്ന് കേട്ടുക്കണം, അല്ലെങ്കിൽ അത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ന്യൂട്രൽ ഇട്ടിട്ട് ആക്സിഡന്റ് കൊടുക്കേണ്ട ഒന്നും വേണ്ട, അതിന്റെ സ്പീഡും കാര്യങ്ങളും ലിമിറ്റൊക്കെ കാണിച്ചാൽ വണ്ടി പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇന്ന് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് സലാലയിലെ ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി. അത് ഇതിന്റെ ഏറ്റവും മേലെ നോക്കാം, ഏറ്റവും മേലെ കാണിച്ചു കൊടുത്ത് നോക്കാം, മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഈ ഒരു വണ്ടി, നമ്മളെ വണ്ടി ഈ റോഡിൽ നിർത്തിക്കഴിഞ്ഞാൽ, ന്യൂട്രൽ നിർത്തിക്കഴിഞ്ഞാൽ പോണ ഒരു സംഗതി, അതൊരു അത്ഭുത കാഴ്ചയാണ്. ഞാൻ കാണിച്ചുതരാം. ഇത് നിങ്ങൾ നോക്കി, കുത്തനുള്ള ഇറക്കാണ്. അങ്ങോട്ട് നോക്കിയാൽ കുത്തനുള്ള ഇറക്കം. ഈ ഇറക്കത്ത് ഇത് വണ്ടി ബാക്കിലോട്ടാണ് നമ്മൾ പോണത്. ഗിയർ ഇതാ ഞാൻ ഡ്രൈവ് മോഡിൽ നിന്ന് ന്യൂട്രലിലേക്കാക്കി, ന്യൂട്രൽ ഇട്ടതിന് ശേഷം നമ്മൾ എന്താക്കി, ക്ലച്ചുമെന്നും ബ്രേക്കുമെന്നൊക്കെ കാല് റിലീസ് ചെയ്ത് ഇതാ ബാക്കിലൊക്കെ നോക്കാം. ബാക്കിലേക്ക് ഇതാ വണ്ടി ഇതാ ചലിക്കുന്നോക്കാട്ടെ. ഓ മോനെ, ബാക്കിലേക്ക് ഇതാ ഇതാ കാണുന്നില്ലേ? അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ വണ്ടി ഇപ്പോൾ കയറി നിൽക്കുകയാണ്. വണ്ടി ബാക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണോക്കാം. ഇതിങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂടിട്ടാ, സ്പീഡ് ഇങ്ങനെ കൂടും. 20, 40 സ്പീഡിൽ വരും. നമ്മളതിനനുസരിച്ച് കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ നിൽക്കണ്, വണ്ടി മേലെ നിൽക്കണ്. വണ്ടി ഓട്ടോമാറ്റിക് ചലിക്കും. സ്പീഡ് കൂടണമൊക്കെ 12 കിലോമീറ്റർ, 13 കിലോമീറ്റർ, 14, 15. ഇതാ എൻ്റെ മോനെ, ഇത് നമ്മളത്ര കൺട്രോൾ ചെയ്തിട്ട് വേണം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് നേരെ പോണത് അവിടെ ഒരു കടലുണ്ട്. അത് സംഭവം സാധാ കടൽ തന്നെയാണ്, പക്ഷെ മേലെന്ന് ആ കടലിൻ്റെ വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നതിന് നല്ല. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ ശേഷം അവിടെ പോയിട്ട് നമുക്ക് വൈബൊക്കെ ആസ്വദിക്കാം. അടിപൊളി ബീച്ചാണത്. നമ്മളെ ബീച്ചിലെ വേറൊരു സംഗതി പറഞ്ഞാൽ, ചെറിയ പിള്ളേർക്ക് കളിക്കാൻ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാലേ ആ ദൂരം നിന്ന് കടൽ കാണുമ്പോഴുള്ള കാഴ്ച അത് വേറെ ലെവലാട്ടോ. ഇതിൻ്റെ എൻട്രൻസ് കിടക്കുമ്പം ഫസ്റ്റ് പാർക്ക്, പിന്നെ ആ കടലിലേക്കുള്ള വ്യൂ പോയിന്റ്. ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്വദേശികൾക്ക് സത്യം പറഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ വൈബ് കിട്ടും. ഇനി ഗൾഫിൻ്റെ വൈബ് കിട്ടണമെങ്കിൽ ഒരു അങ്ങേ സൈഡ് പോയാൽ ഗൾഫിൻ്റെ വൈബ് കിട്ടും. എല്ലാ സംഗതികളും ഉണ്ട്. കോക്കനറ്റ് ബീച്ച്, അതേപോലെ ബനാന മാർക്കറ്റ്, ഇതേപോലെയുള്ള നല്ല നല്ല കടലുകൾ, പാർക്കുകൾ. പക്ഷേ നമ്മൾ ദുബായിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫുൾ ടൈം ബിസി ആട്ടോ. ഫുൾ ബിസി ഷെഡ്യൂളാണ് നമ്മൾ ദുബായിൽ. രണ്ടും 2 കാറ്റഗറിയാണ്. അപ്പോൾ ഇവിടെ വന്നവർക്ക് ഇവിടെ തന്നെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം അവർക്കൊരു ദുബായ് ലൈഫിലേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിൽക്കില്ല. അത്രയും റഷ് ഏരിയയാണ് നമ്മളെ UAE എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ ജീവിച്ചവർക്ക് ഇവിടെ തന്നെ ലാപ്ടോപ്പ്. നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ഫീലോ. വാവ്, നോക്ക് പൈസ മോനെ, ഇത് നോക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് നോക്കുമ്പോൾ നോക്കാം ആ കടലിന്റെ വ്യൂ മേലെന്ന്. ഈ ഒരു വ്യൂ ആണ് നമുക്ക്. കടൽ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു വ്യൂ ഇവിടെ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ പീസ്ഫുള്ളാണ്, അടിപൊളിയാണ്. ഈ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു കടലിൻ്റെ മനോഹാരിത ഇതോട് കൂടിയിട്ട് ബൈ.